ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ എബ്രോഡ് എന്ന് പഠിക്കേണ്ടത്? അത് വലിയൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ. കാരണം എബ്രോഡ് എഡ്യൂക്കേഷൻ അത്ര എന്താ പറയുക, ഭീകരമായിട്ട് നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എബ്രോഡ് എഡ്യൂക്കേഷൻ. എൻ്റെ അഭിപ്രായത്തിൽ ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് ബെറ്റർ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നതാണ്. എന്തുകൊണ്ടും ഞാനൊക്കെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്ന ആളാണ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അധികം സമയം ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ ജോലിക്ക് പോയാലും അവർ കുറച്ച് പ്രിഫറൻസ് തരും മാസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ. കാരണം അവർക്ക് അറിയാം ഈ വ്യക്തിനോട് ജോലിക്ക് എടുത്താൽ അയാൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. മാസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാച്ചലർ സ്റ്റുഡൻസിന് നല്ല പോലെ ക്ലാസ് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും പുറത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ പറയും ബാച്ചലേഴ്സ് നല്ല പോലെ ക്ലാസ് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലാസ് ആണെങ്കിൽ പോലും, അതായത് ബാച്ചലർ സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും ക്ലാസ്സിൽ പോകണം. അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. അതായത് ഉറപ്പായിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ ബാച്ചലേഴ്സിന്. അതായത് അറ്റൻഡൻസ് ഇത്ര പെർസെൻറ്റേജ് ഉറപ്പായിട്ടും വേണം അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ. പക്ഷേ മാസ്റ്റേഴ്സിൻ്റെ കാര്യമേ ഡിഫറെൻ്റ് ആണ്. ഞാൻ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ സെമ്മിൽ ക്ലാസ്സിലേ കയറിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പ്രൊഫസർ പോലും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല നീ എവിടെയാണ്. അവർക്ക് വേണ്ടത് ഫൈനലി അവർ പറഞ്ഞ അസൈൻമെൻറ്റ്സ് വയ്ക്കുക, എക്സാം പാസ്സാവുക. എക്സാം പാസ്സാവാൻ നമുക്കത് പറ്റുമെങ്കിൽ അവർക്ക് ഒരു വിഷയമില്ല, അവരൊന്നും പറയാൻ വരില്ല. വർക്കിംഗ് അവേഴ്സ് പല രാജ്യങ്ങളിലും മാസ്റ്റേഴ്സിനാണ് കൂടുതൽ വർക്കിംഗ് അവർ എനിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന ലിത്വേനിയൻ രാജ്യത്ത് അങ്ങനെ ഒരു കൺട്രോളേ ഇല്ല. ആർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ വർക്ക് ചെയ്യാം. പല രാജ്യങ്ങളിലും മാസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ കല്യാണം കഴിഞ്ഞ് നോക്കുന്നവർക്ക്. പക്ഷേ ബാച്ചിലേഴ്സിൽ അത് നടക്കില്ല. ലിത്വേനിയയിൽ പറ്റും, മാസ്റ്റർ സ്റ്റുഡൻസിന് അവരുടെ സ്പൗസിനെ കൂടെ കൊണ്ടുവരാൻ പറ്റും. ബാച്ചിലേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ബാച്ചിലേഴ്സ് പഠിച്ചു തീർക്കാൻ തന്നെ 4 വർഷം എടുക്കും. അപ്പോൾ ആ 4 വർഷത്തിൽ പലരും 4 വർഷം കൊണ്ട് പഠിച്ച് തീർക്കില്ല. അവരുടെ കഴിവ് കാരണം അത് 5-6 വർഷത്തിലേക്കൊക്കെ പോകും. അവിടെ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5-6 വർഷം കൊണ്ട് പല രാജ്യങ്ങളിലും PR കിട്ടും. മാസ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ പോലും 3 വർഷം കിട്ടുള്ളൂ. അതായത് 2 വർഷം പഠിപ്പ്, അത് കഴിഞ്ഞ് 1 വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേ ബാക്ക് കിട്ടും. ചില കൺട്രികളിൽ 6 മാസം, എന്നാൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും 1 വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് മാസ്റ്റേഴ്സാണ് ബെറ്റർ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വകയുള്ള തള്ള് അത്രയേ ഉള്ളൂ.